ഇന്ന് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ലെസൺ എത്രയാണ്? 14 ആണ്. അപ്പൊ 13 വരെ എല്ലാവരും വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതുവരെയുള്ള നോട്ടൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലെസൺ 14. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂസ്ഡ് ടുവിന്റെ ഉപയോഗം പഠിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന്. അപ്പൊ നോക്കൂ, ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട് എന്ന് എങ്ങനെ പറയുക? ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ടെന്ന് എങ്ങനെ പറയും? പെട്ടെന്ന് നിങ്ങൾ എഴുതൂ. ആം ഡ്രൈവിംഗ്. ആം ഡ്രൈവിംഗ്. ഐ ആം ഡ്രൈവിംഗ്. അതിന് നമ്മൾ ആം ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു. ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതിയവർ എത്ര പേരുണ്ട്? തെറ്റിപ്പോയി. ഇതല്ല കേട്ടോ, ഇങ്ങനെയല്ല എഴുതേണ്ടത്, ഇത് തെറ്റാണ്. ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ബുക്ക് നോക്കുക. ഐ ഡ്രൈവ്. ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട്. ഐ ഡ്രൈവ്. ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട്. നേരോ? ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ടെന്നേ എങ്ങനെ പറയും? ഐ ഡു ഡ്രൈവ്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ? ഇനി ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല. ചെയ്യാറില്ല അപ്പൊ എങ്ങനെയാണ്? ഐ ഡോണ്ട്. ഈ ഡു നെഗറ്റീവായി. ഐ ഡോണ്ട് ഡ്രൈവ്. ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല. ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്യാറുണ്ടായിരുന്നു. നിങ്ങളുടെ ബുക്കിലുണ്ട്. എങ്ങനെയാണ്? ഐ യൂസ്ഡ് ടു ഡ്രൈവ്. ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ടായിരുന്നു. എങ്ങനെ പറയാ? ഐ യൂസ്ഡ് ടു ഡ്രൈവ്. ഞാൻ ഡ്രൈവ് ചെയ്യാറില്ലായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലെങ്കിൽ ഇങ്ങനെയാണ്. ഞാൻ ഡ്രൈവ് ചെയ്യാറില്ലായിരുന്നു. ചെയ്യാറില്ലായിരുന്നു എങ്ങനെയാണ് എഴുതുക? ഐ ഡിഡ്ന്റ് യൂസ് ടു. യൂസ്ഡ് അല്ല, യൂസ് ടു ഡ്രൈവ്. ഇവിടെ വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. പെട്ടെന്ന് നിങ്ങളുടെ ബുക്കിൽ ഈ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കൂ. ഐ ആം ഡ്രൈവിംഗ് എന്നല്ല, തെറ്റാണ്. ഐ ഡ്രൈവ്. ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട്. ഐ ഡോണ്ട് ഡ്രൈവ്. ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല. ഐ യൂസ്ഡ് ടു ഡ്രൈവ്. ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ടായിരുന്നു. ഐ ഡിഡ്ന്റ് യൂസ് ടു ഡ്രൈവ്. ഞാൻ ഡ്രൈവ് ചെയ്യാറില്ലായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ പെട്ടെന്ന് എഴുതി വെച്ചോളൂ. അപ്പൊ ഇന്നിന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഇതൊക്കെ പഠിച്ചു. ചെയ്യാറുണ്ടായിരുന്നു, ചെയ്യാറില്ലായിരുന്നു എന്നൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് യൂസ്ഡ് ടുവിന്റെ ഉപയോഗത്തിന്റെ ഒപ്പം തന്നെ വേറെ ഒന്നും കൂടെ നമുക്ക് പഠിക്കാം. ബി യൂസ്ഡ് ടു. ബി യൂസ്ഡ് ടു. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ് ബി യൂസ്ഡ് ടു ആണ്. നമ്മൾ യൂസ്ഡ് ടുവിന്റെ ഉപയോഗം മാത്രം പഠിച്ചു. വേർബ് V1 കൊടുക്കുക. ബി യൂസ്ഡ് ടു യൂസ്ഡ് ടു ആണെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. കഴിഞ്ഞ കാലത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിച്ചത്. ഇനി ബി യൂസ്ഡ് ടു. ബി എന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് പേടിയായോ? പേടി വേണ്ട. ബി എന്ന് പറയുന്നത് ബി ആയിട്ട് തന്നെ നിൽക്കും. ഞാൻ ബിയുടെ ഒരു ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ലിങ്ക് ഇപ്പൊ ഇവിടെ വരും. നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കൂ. അപ്പൊ ബിയുടെ ഫോംസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ബി പ്രസന്റ് ടെൻസിൽ എന്തുണ്ട്? ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആർ ഉണ്ട്. അപ്പൊ പാസ്റ്റ് ടെൻസ് ബിക്ക് എന്തുണ്ട്? വാസ് ഉണ്ട്, വേ ഉണ്ട്. പിന്നെ ബീനുണ്ട്, ബീയിങ് ഉണ്ടൊക്കെ. അതൊക്കെ നിങ്ങളുടെ ഞാനിപ്പോ തന്ന ആ ലിങ്കിൽ കേട്ട് പഠിക്കുക. ഇപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ട്? ബി ആയിട്ട് തന്നെയുണ്ട്. ഈസ്, ആം, ആർ പ്രസന്റ് ടെൻസിൽ ബിയുടെ ഒരു ഫോമാണ്. പാസ്റ്റ് ടെൻസിൽ വാസ്, വേറെ ബിയുടെ ഫോംസുകളാണ്. അപ്പോ ബി യൂസ്ഡ് ടു നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഒരു ശീലമാണ് എന്ന് പറയാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ സെന്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ മറ്റൊന്ന്, നമ്മൾ ഇത്രയും നാളും പഠിച്ചു, ഈ ടു ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേർബ് ഇൻഫിനിറ്റി, അതായത് V1 എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ബി യൂസ്ഡ് ടു ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേർബിന്റെ കൂടെ ING ആണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. ടു ആണല്ലോ എന്നോർത്തിട്ട് വേർബ് V1 ഫോമിൽ കൊടുക്കരുത്. ബി യൂസ്ഡ് ടു ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേർബ് ING ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മറന്നു പോകരുത്. നിങ്ങളുടെ ബുക്കിൽ എഴുതി ക്ലിയർ ആക്കി വെക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം. ഐ ആം. ഈ ആം എവിടെ നിന്ന് വന്നതാ? ഈ ബിക്ക് പകരം നമ്മൾ കൊടുത്തതാണ് ഐ ആം എന്നുള്ളത്. ഐ ആം
യൂസ്ഡ് ടു. പിന്നെ നമ്മുടെ വേർബ് എങ്ങനെയാണ് വരേണ്ടത്? ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആം യൂസ്ഡ് ടു ഡ്രൈവ്. നമ്മൾ നേരത്തെ എല്ലാം പഠിച്ചത് എങ്ങനെയാണ്? ഐ ആം യൂസ്ഡ് ടു ഡ്രൈവ്, ചെയ്യാറുണ്ടായിരുന്നു. യൂസ്ഡ് ടു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. ഐ ആം യൂസ്ഡ് ടു ഡ്രൈവിംഗ്, ING ആണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്രൈവിംഗ് ശീലമാണ്, വണ്ടി ഓടിച്ച് എനിക്ക് ശീലമാണ് എന്നാണ് അർത്ഥം. ഇത് പ്രസന്റ് അല്ലേ? ആം വന്നു, പ്രസന്റ് ടെൻസിലാണ് നമ്മൾ പറയുന്നത് അല്ലേ? എനിക്ക് വണ്ടി ഓടിച്ചത് ശീലമാണ്, വണ്ടി ഓടിക്കൽ എൻ്റെ ശീലമാണ്. ക്ലിയർ? ഇനി നമുക്ക് ദേ കൊടുക്കുവാണെങ്കിൽ ദേ ആർ യൂസ്ഡ് ടു സ്വിമ്മിങ്. അവർക്ക് നീന്തല് ശീലമാണ്. നീന്തല് ശീലമാണ്, അവർക്ക് നീന്തല് ശീലമായ കാര്യമാണ്. ഇത് പ്രസന്റ് ടെൻസ് ആണ് അല്ലെ? അവർക്ക് നീന്തൽ ശീലമാണ്. മനസ്സിലായോ? ഇനി we are used to cooking. We are cooking എന്നല്ല, we are used to cooking. ഇതെന്താണ്? ING ആണ് വരേണ്ടത് അല്ലെ? അപ്പൊ ഇവിടെയും എന്താണ്? കുക്കിംഗ്. ഇവിടെയും എന്താണ് വരേണ്ടത്? ING, കുക്കിംഗ്. We are used to cooking. കുക്കിംഗ് അവർക്ക് ശീലമാണ്. അപ്പോ ഇതെല്ലാം പ്രസന്റ് ടെൻസിലാണ് നമ്മൾ പറഞ്ഞത്. കാരണം ബിയുടെ പ്രസന്റ് ടെൻസിലുള്ള ഫോംസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇപ്പോൾ എനിക്ക് ഇതൊക്കെ ശീലമാണ്. എനിക്ക് ഡ്രൈവിംഗ് ശീലമാണ്, നീന്തൽ ശീലമാണ്, കുക്കിംഗ് ശീലമാണ്, എല്ലാം എനിക്ക് ഇപ്പോൾ ശീലമാണ് എന്ന് പറയാനാണ് നമ്മൾ ബി യൂസ്ഡ് ടു പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി പാസ്റ്റ് ടെൻസിൽ എങ്ങനെ വരും? ഇത് വളരെ ക്ലിയർ അല്ലേ? എന്താണ്? ആ ആം യൂസ്ഡ് എന്ന് എന്തായി മാറും? ആമിന് പകരം നമ്മൾ എന്തായി മാറ്റും? ഐ വാസ് യൂസ്ഡ് ടു ഡ്രൈവിംഗ്. ഐ വാസ് യൂസ്ഡ് ടു ഡ്രൈവിംഗ്. എനിക്ക് ഡ്രൈവിംഗ് ശീലമായി അല്ലെങ്കിൽ ശീലമായിരുന്നു. ഡ്രൈവിംഗ് ശീലമായി എന്ന് പറയാം, അല്ലെങ്കിൽ ശീലമായിരുന്നു എന്ന് പറയാം. അപ്പൊ നിങ്ങൾ എഴുതൂ ഐ വാസ് യൂസ്ഡ് ടു ഡ്രൈവിംഗ്. ഇവിടെ വാസ് ആണ്, വാസിന്റെ അർത്ഥമായിരുന്നു എന്നാണ്. അപ്പൊ എനിക്ക് ഡ്രൈവിംഗ് ശീലമായി. ഇത് പാസ്റ്റ് ആണ്. ഇതെന്താണ്? പാസ്റ്റ് ആണ്. വി ആർ യൂസ്ഡ് ടു കുക്കിംഗ്. എനിക്ക് കുക്കിംഗ് ശീലമാണ്, എനിക്ക് കുക്കിംഗ് ശീലമായി. പാസ്റ്റില് എനിക്ക് കുക്കിംഗ് ശീലമായിരുന്നു എന്നെങ്ങനെ പറയണം? വി were used to cooking. കുക്കിംഗ് എനിക്ക് ശീലമായിരുന്നു, ശീലമായി. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇനി കുക്കിംഗ് എനിക്ക് ശീലമായി കൊള്ളും എങ്ങനെ നമുക്ക് ഈ ബി യൂസ്ഡ് ടു വെച്ച് പറയാം? കുക്കിംഗ് പതിയെ ശീലമായി കൊള്ളും, ഫ്യൂച്ചറിൽ ആയിക്കൊള്ളും എന്നെങ്ങനെ പറയണം? ഐ വിൽ വേണം നമുക്ക്, ഫ്യൂച്ചർ അല്ലേ? ബി വേണം. ഐ വിൽ ബി യൂസ്ഡ് ടു കുക്കിംഗ്. കുക്കിംഗ് എനിക്ക് ശീലമാകും, ഭാവിയിലാകും, നാളെ ആകും. ശീലമാകും അല്ലെങ്കിൽ ശീലമായി കൊള്ളും എന്നാണ് അർത്ഥം. ശീലമാകും, കുക്കിംഗ് എനിക്ക് ശീലമാകും. ദേ വിൽ ബി യൂസ്ഡ് ടു കുക്കിംഗ്. അവർക്ക് കുക്കിംഗ് ശീലമായിക്കൊള്ളും, ശീലമാകും. വ്യത്യാസം മനസ്സിലായോ? ബിയുടെ ഫോംസ് ആണ് ഈസാമാർ. കുറേ ബിയുടെ ഫോംസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് യൂസ്ഡ് ടു പറയുമ്പോൾ പ്രസന്റ് ടെൻസ്, ഇപ്പോൾ എനിക്ക് അതൊക്കെ ശീലമാണ് എന്ന് പറയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വാസ വേറെന്ന് പറഞ്ഞാൽ പാസ്റ്റില് എനിക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു, ശീലമായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ പാസ്റ്റില് ഉപയോഗിച്ചത്. ഇനി ഫ്യൂച്ചറിൽ എനിക്ക് ശീലമായി കൊള്ളും എന്ന് പറയണമെങ്കിൽ നമ്മൾ വിൽ ബി യൂസ്ഡ് ടു വെർബ് ING നോക്കാം. അപ്പോൾ നിങ്ങൾ ഓർത്തും യൂസ്ഡ് ടു വെർബ് ING മാത്രമേ വരുള്ളൂ എന്ന്. അല്ല, അതിന്റെ കൂടെ നമുക്ക് നൗണും വരാം. നൗണും വരാം. നമുക്ക് നോക്കാം. എനിക്ക് തണുപ്പ് ശീലമാണ്. എങ്ങനെ പറയുക? എനിക്ക് ശീലമാണ്, എനിക്കിത് ശീലമായി എന്ന് പറയാൻ എന്താണ്? ആണ്. ഐ ആം യൂസ്ഡ്
ടു എന്താണ്? ഇവിടെ നമുക്കിനി വേർബ് വേണോ? വേണ്ട. ഐ ആം യൂസ്ഡ് ടു കോൾഡ്. എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ഐ ആം യൂസ്ഡ് ടു കോൾഡ്. എനിക്ക് തണുപ്പ് ശീലമാണ്. ഇപ്പോൾ പ്രസന്റ് ടെൻസിൽ എനിക്കിപ്പോ തണുപ്പ് ശീലമാണ്. എങ്ങനെ പറയും? ഐ ആം യൂസ്ഡ് ടു കോൾഡ്. ഇപ്പൊ മഴയൊക്കെയാണ്, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് തണുപ്പ് ശീലമാണ്. ഐ ആം യൂസ്ഡ് ടു കോൾഡ്. ഇനി എനിക്ക് തണുപ്പ് ശീലമായിക്കൊള്ളും. മഴയൊക്കെ തുടങ്ങിയതേ ഉള്ളൂ, ഭയങ്കര തണുപ്പാണ്. ഓക്കെ, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് തണുപ്പ് ശീലമായിക്കൊള്ളും. എങ്ങനെ പറയും? ആയി കൊള്ളും, കുറച്ച് ദിവസം കഴിയുമ്പോൾ. സോ ഐ വിൽ ബി യൂസ്ഡ് ടു കോൾഡ്. ശീലമായിക്കൊള്ളും. ഐ വിൽ ബി യൂസ്ഡ് ടു കോൾഡ്. ശീലമായിക്കൊള്ളും. നമ്മൾ വേർബ് അല്ല കേട്ടോ ഉപയോഗിച്ചത്. വിൽ ബി യൂസ്ഡ് ടു കോൾഡ്. എനിക്ക് തണുപ്പ് ശീലമായിക്കൊള്ളും. പതിയെ ഫ്യൂച്ചറിൽ. അവൾക്ക് തണുപ്പ് ശീലമാണ്. ഓക്കെ, ഇവിടെ അവനെന്നാണ് എഴുതുക, അപ്പൊ ഹി ആണ് കേട്ടോ. ഹി വിൽ ബി. അവൾക്ക് തണുപ്പ് ശീലമായി. നേരത്തെ തന്നെ അവൾക്ക് തണുപ്പ് ശീലമായതാണ്. തണുപ്പ് ശീലമായി. കുറെ കാലങ്ങളായിട്ട് അവൾ ഇവിടെയാണ് താമസിക്കുന്നത്. സോ എന്താണ്? അവൾക്ക് ശീലമായി. സോ ഷീ വാസ് യൂസ്ഡ് ടു കോൾഡ്. സോ ഷീ വാസ് യൂസ്ഡ് ടു കോൾഡ്. അവൾക്ക് ശീലമായി. അപ്പൊ എങ്ങനെ പറയും? ഐ ആം യൂസ്ഡ് ടു കോൾഡ്. എനിക്ക് തണുപ്പ് ശീലമാണ്. പറയൂ, ആം യൂസ്ഡ് ടു കോൾഡ്. എനിക്ക് തണുപ്പ് ശീലമാണ്. ഹി വിൽ ബി യൂസ്ഡ് ടു കോൾഡ്. ശീലമായിക്കൊള്ളും. ഷി വാസ് യൂസ്ഡ് ടു കോൾഡ്. അവൾക്ക് ശീലമായി. നേരത്തെ തന്നെ അത് ശീലമായി. അപ്പൊ ബി യൂസ്ഡ് ടുവിന്റെ ഉപയോഗം നിങ്ങൾ പഠിച്ചല്ലോ. ടു കണ്ടിട്ട് വേർബ് V1 ഫോമിലോട്ട് ഇടരുത്. വേർബ് ING ഫോമിൽ തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ നൗൺ ആയിരിക്കണം. ഈസാമാര് വില്ലൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ശീലമാണ് എന്ന് പറയാൻ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുക. ശീലമായിരുന്നു പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുക. പതിയെ ശീലമായിക്കൊള്ളും ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുക. ഇനി യൂസ്ഡ് ടുവിന്റെ വേറൊരു ഉപയോഗം കൂടെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അടുത്തത് നമ്മുടെ ഗെറ്റിംഗ് യൂസ്ഡ് ടു. ഗെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗെറ്റിംഗ് യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ അതിനോട് ഞാൻ ആ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ പറയും? ഒരു സെന്റൻസ് ഞാൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായും. ഐ ആം ഗെറ്റിംഗ് യൂസ്ഡ് ടു കോൾഡ്. എന്താണ്? തണുപ്പുമായിട്ട് ഞാൻ യോജിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗെറ്റിംഗ് യൂസ്ഡ് ടു. തണുപ്പുമായിട്ട് ഞാൻ പറ്റുന്നില്ല എനിക്ക് തണുപ്പ്, പക്ഷെ ഞാൻ ഇങ്ങനെ ചേർന്ന് അതിനോടുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഗെറ്റിംഗ് യൂസ്ഡ് ടു കോൾഡ്. ഞാൻ തണുപ്പുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുമായിട്ട് യോജിച്ച് വരികയാണ്. പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് യോജിച്ചു വരികയാണ്. ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ കാനഡയിലൊക്കെ പഠിച്ചാൽ പഠിക്കാൻ പോയവർ പറയും ഐ ആം ഗെറ്റിംഗ് യൂസ്ഡ് ടു കോൾഡ്. കോൾഡുമായിട്ട് തണുപ്പുമായിട്ട് പൊരുത്തപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പൊരുത്തപ്പെട്ടിട്ടില്ല, പൊരുത്തപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവള് ഷീ ഈസ് ഗെറ്റിംഗ് യൂസ്ഡ് ടു ന്യൂ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ വീടുമായിട്ട് അവള് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുതിയ വീടൊക്കെ പെടുന്നാൽ അറിയാം, ഇതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ സമയമെടുക്കും. അപ്പൊ അതുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ഗെറ്റിംഗ് യൂസ്ഡ് ടു ന്യൂ ഹൗസ്. പുതിയ വീടുമായി പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെന്താണ്? നൗൺ ആണ് വന്നത്. ഇനി ഞാൻ പറയാണ് ദേ ആർ getting used to showering the rain. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്താ? ഷവറിങ്. ING കൊടുത്തു. നിങ്ങൾക്ക് കാണാമോ? ഷവറിങ് ഇൻ ദ റെയിൻ. മഴയത്ത് കളിക്കലുമായിട്ട് അവര് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മഴയത്ത് കുളിക്കലുമായിട്ട് അവർ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വേർബ് ING ആണ്. അപ്പൊ യൂസ്ഡ് ടു, ഗെറ്റിംഗ് യൂസ്ഡ് ടു കഴിഞ്ഞാലും വേർബ് ആണെങ്കിൽ ING കൊടുക്കുക, അല്ലെങ്കിൽ നൗൺ
കൊടുക്കുക. ടു കഴിഞ്ഞിട്ട് ഉടനെ പോയി V1 ഇടരുത്. ഗെറ്റിംഗ് യൂസ്ഡ് ടു ആണെങ്കിലും verb ing കൊടുക്കുക, noun കൊടുക്കുക. അപ്പൊ they are getting used to showering in the rain. മഴയത്ത് കളിക്കുന്ന അവസ്ഥയുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഒന്നും കളിക്കലില്ല, പതിയെ പതിയെ കളിച്ച് കളിച്ച് ഇഷ്ടാവും, മഴയത്ത് കുളിക്കാൻ ഇഷ്ടമാകും. അപ്പോൾ ഗെറ്റിംഗ് യൂസ്ഡ് ടു ഷവറിങ് ഇൻ ദ റെയിൻ, മഴയത്ത് കുളിക്കാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഈ എല്ലാ സെന്റൻസുകളും കൂടി ഒന്ന് നോക്കിയാൽ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ ഞാനിവിടെ സെന്റൻസുകളെല്ലാം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കൂ. അവൾക്ക് ഈ ക്ലാസ് ശീലമായി. ശീലമായി, കുറെ എല്ലാ ദിവസവും കേട്ട് കേട്ട് ക്ലാസ് ശീലമായി. എങ്ങനെ പറയും? അവൾക്ക്. നിങ്ങൾ ബുക്കിൽ എഴുതൂ, ശീലമായി. അവൾക്ക് കുറെ ദിവസങ്ങളായി കേൾക്കുന്നു, അതുകൊണ്ട് ആ ക്ലാസ് അവൾക്ക് ശീലമായി. പെട്ടെന്ന് എഴുതൂ. എങ്ങനെയാണ് എഴുതിയത്? ശീലമായി. ഹി was used to this class. How? He was used to this class. എങ്ങനെയാണ് പറയുക? He was used to this class. ഈ ക്ലാസ് അവൾക്ക് ശീലമായി. ഇനി അവൾക്ക് ഈ ക്ലാസ് ശീലമാക്കും. പെട്ടെന്ന് പറയൂ. ഞാനിവിടെ ഹി ആണ് എഴുതിയത്. ഷീ അല്ലേ വേണ്ടത്? അവളല്ലേ? നിങ്ങൾ എന്താ എന്നിട്ട് പറയാത്തത്? ഇവിടെയും അവളാണ് ഷീ. അവൾക്ക് ഈ ക്ലാസ് ശീലമാകും. അപ്പൊ എന്താണ്? ഷീ ആകും. ഷീ വിൽ ബി യൂസ്ഡ് ടു ദിസ് ക്ലാസ്. ഈ ക്ലാസ് അവൾക്ക് ശീലമായിക്കൊള്ളും, ശീലമാകും. ഷീ വിൽ ബി യൂസ്ഡ് ടു ദിസ് ക്ലാസ്. ഈ ക്ലാസ് ശീലമാകും. നെക്സ്റ്റ്, അവൾ ഈ ക്ലാസ്സുമായി പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, അങ്ങനെയുള്ളവരുണ്ടോ ഇതില്? വലിയ ഇഷ്ടമൊന്നുമില്ല, പിന്നെ എന്താണ്? പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് എഴുതേണ്ടത്? ഷീ ഈസ് ഗെറ്റിംഗ്. പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഗെറ്റിങ്ങിന്റെ അർത്ഥം. അപ്പൊ ഷീ ഈസ് ഗെറ്റിംഗ് യൂസ്ഡ് ടു this class. She is getting used to this class. ഈ ക്ലാസ്സുമായിട്ട് അവള് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ്, അവൾക്ക് ഈ ക്ലാസ് ശീലമാണ്. എല്ലാ ദിവസവും അവൾ ഈ ക്ലാസ് കേൾക്കാറുണ്ട്, അവൾക്ക് ശീലമാണ്. എങ്ങനെ പറയും? She is used to this class. She is ആണ്. She is used to this class. അവൾക്ക് ഈ ക്ലാസ് ശീലമാണ്. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യം. എന്താണ്? She was used to this class. പറയൂ, അവൾക്ക് ഈ ക്ലാസ് ശീലമായി എന്നെങ്ങനെ പറയും? നിങ്ങൾ പറയൂ. She was used to this class. Again, used to this class. അവൾക്ക് ഈ ക്ലാസ് ശീലമായിക്കൊള്ളും. She will be used to this class. She will be used to this class. Next, അവൾ ഈ ക്ലാസ്സുമായി പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. She is getting used to this class. എങ്ങനെയാണ്? She is getting used to this class. അവൾക്ക് ഈ ക്ലാസ് ശീലമാണ്. She is used to this class. She is used to this class. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? Used to പഠിച്ചു, അതേപോലെ be used to പഠിച്ചു, ഗെറ്റിംഗ് യൂസ്ഡ് ടു പഠിച്ചു. അപ്പൊ ഇനി നിങ്ങൾക്ക് യൂസ്ഡ് ടുവിന്റെ കാര്യത്തിൽ ഒരു സംശയം ഇനി ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത് എന്താണ്? പണ്ട് അങ്ങനെയൊക്കെ ശീലം ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. ബി യൂസ്ഡ് ടു എന്താണ്? അതിന്റെ ടെൻസസ് അനുസരിച്ച് മാറും. ശീലമാണ് എന്ന് പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കും, പാസ്റ്റിലാണെങ്കിൽ ശീലമായിരുന്നു എന്ന് പറയാൻ ഉപയോഗിക്കും, ഫ്യൂച്ചറിലാണെങ്കിൽ ശീലമാകും എന്ന് പറയാൻ ഉപയോഗിക്കും. ഗെറ്റിംഗ് യൂസ്ഡ് ടു എന്താണ്? ശീലമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇതൊക്കെ എനിക്ക് ശീലമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കമന്റ് ബോക്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. കമന്റ് ബോക്സ് ഞാൻ നിങ്ങൾക്കുള്ള സെന്റൻസുകൾ തരുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് നോക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. മനസ്സിലായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെന്താണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കാനും മറക്കണ്ട.
പിന്നെ അതേപോലെ ഒരാൾ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്നു വേർബ് ഒന്ന് ക്ലാസ് എടുത്ത് തരുമോ എന്ന്. നമുക്ക് അടുത്ത ദിവസം ഒരു ദിവസം എടുക്കാം. വേർബ് എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ക്ലാസ്സുകൾ ഞാൻ കൃത്യമായിട്ടും തന്നെ എടുത്തു തരുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഇനി അഥവാ ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്